ബീഹാറിലെ ജഹാനാബാദിൽ സ്വകാര്യ ഹോസ്റ്റലിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ക്യാന്റീൻ ജീവനക്കാരൻ അറസ്റ്റ്. ജഹാനാബാദ് ജില്ലയിലെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ ഈ മാസം ആദ്യം നടന്ന ദാരുണമായ കൊലപാതകത്തിലാണ് ക്യാന്റീൻ ഗാർഡായ 46-കാരൻ മുകേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഈ കുറ്റകൃത്യം ചെയ്തതെന്നാണ് പ്രതിയുടെ മൊഴി. ഏപ്രിൽ 6-നാണ് സംഭവം പുറത്തറിയുന്നത്. ഇതിന് പിന്നാലെ രോഷാകുലരായ നാട്ടുകാർ ദേശീയപാത 22 ഉപരോധിച്ചിരുന്നു. സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് അന്ന് പ്രതിഷേധക്കാരെ ശാന്തരാക്കിയത്. തുടർന്ന് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ BNS, പോക്സോ തുടങ്ങിയ കർശന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹോസ്റ്റൽ നടത്തിപ്പുകാരനെയും മറ്റു ചിലരെയും പ്രതി ചേർത്ത കേസിൽ നടത്തിപ്പുകാരനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു. അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് CCTV പരിശോധനകളിലൂടെ ലഭിച്ച ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. സംഭവ സമയം ഇയാൾ കടുത്ത മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. ഭാര്യ ഉപേക്ഷിച്ചു പോയ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു താമസം. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഹോസ്റ്റലിലെ കുട്ടികൾ ഇയാളെ നിരന്തരം പരിഹസിച്ചിരുന്നത് കടുത്ത മാനസിക സംഘർഷത്തിനും വൈരാഗ്യത്തിനും കാരണമായെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ ഹോസ്റ്റൽ മാനേജ്മെന്റിനോടും ഇയാൾക്ക് വിരോധമുണ്ടായിരുന്നു. ഹോസ്റ്റൽ പൂട്ടിക്കുന്ന തരത്തിൽ താൻ എന്തെങ്കിലും ചെയ്യും എന്ന് ഇയാൾ മുൻപ് സ്ഥാപകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് സൂപ്രണ്ട് അപരാജിത ലോഹൻ വ്യക്തമാക്കി. തലയണ കവറിൽ നിന്നും ഹോസ്റ്റൽ അടുക്കളയിലെ പൈപ്പിൽ നിന്നും ഫോറൻസിക് സംഘം രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സംഭവ ദിവസം രാത്രി പ്രതിയുടെ അസ്വാഭാവിക നീക്കങ്ങൾ CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. 3 അംഗ മെഡിക്കൽ ബോർഡ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായും കൊലപാതകമാണെന്നും സ്ഥിരീകരിച്ചു. കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ വേഗത്തിലാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ദാരുണ സംഭവത്തിന് പശ്ചാത്തലത്തിൽ ജഹാനാബാദ് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ഹോസ്റ്റലുകളിലും കർശന പരിശോധന നടത്താൻ ജില്ലാ മജിസ്ട്രേറ്റ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.